Hi everyone, welcome back to the Better Part with Donna. I hope you guys are all doing fantastic. ഞാനും ദൈവം സഹായിച്ച് വളരെ നന്നായിരിക്കുന്നു. ആദ്യമേ തന്നെ എല്ലാവർക്കും ഒരു ബ്ലെസ്ഡ് ന്യൂ ഇയർ വിഷ് ചെയ്യുകയാണ്. ഇപ്പം ന്യൂ ഇയറിന് തുടക്കത്തിലെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ്. അപ്പം ന്യൂ ഇയറിന് തുടക്കത്തിൽ ട്രാവലിംഗ് ആയിരുന്നു, വീട്ടിൽ നാട്ടിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. എന്നാലും നോട്ട് ടു ലേറ്റ്. എല്ലാവർക്കും നല്ലൊരു പുതിയ വർഷം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും ഒരുപാട് അനുഗ്രഹിക്കട്ടെ പുതിയൊരു വർഷക്കാലം. പ്രത്യേകിച്ച് നമ്മളെ കഴിഞ്ഞൊരു വർഷക്കാലം വെട്ടിക്കളയാമായിരുന്നിട്ടും വെട്ടിക്കളയാതെ വീണ്ടും ഫലം കഴിക്കുമെന്ന് പ്രതീക്ഷയോടെ പുതിയൊരു വർഷക്കാലം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പം പുതിയ വർഷക്കാലം എൻ്റെ മെസ്സേജ് തന്നെ ഈസ് ഓൾ അബൌട്ട് ഫലം കഴിക്കുക, ദൈവത്തിന് വേണ്ടി ഫലം കഴിക്കുക. അതായിരിക്കട്ടെ 2026 നമ്മളുടെയൊക്കെ ഒരു ഇൻറ്റൻഷൻ, നമ്മളുടെയൊക്കെ ഒരു ഗോൾ. അപ്പോൾ ഇന്നത്തെ മെസ്സേജും അതുമായിട്ടൊക്കെ റിലേറ്റഡ് ആണ്. ദൈവത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ഫലം കഴിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 2026 ഒരു ന്യൂ ഇയർ സന്ദേശം നമ്മളെല്ലാവരും കേട്ട് കാണും. ഒരുപാട് സെർമൻസ്, മെസ്സേജുകൾ, അല്ലേ, പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിലൊക്കെ നമ്മൾ സ്ഥിരം കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായി ജീവിക്കുക, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ നമ്മൾ ബൈബിളിൻ്റെ പ്രസംഗ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം കൂടെയാണ് എങ്ങനെ ജീവിക്കുക, നന്നായി ജീവിക്കുക. അങ്ങനെ അതുകൊണ്ട് ആ വക കാര്യങ്ങളൊന്നും എങ്ങനെ ജീവിക്കുക എന്നുള്ള അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതല്ല ഇന്നത്തെ മെസ്സേജ്. ഇന്നത്തെ മെസ്സേജ് ഇസ് അബൌട്ട് ഹൗ ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ ഹോബി. പല സമയത്തും നമ്മൾ നന്നാവുന്നതൊക്കെ നമ്മൾ ഡിലേ ആക്കി വെക്കാറുണ്ട്. ഓക്കെ, ജനുവരി ആയതല്ലേ ഉള്ളൂ, സമയമുണ്ടല്ലോ, വേണമെങ്കിൽ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് നന്നാവാം. അതാകുമ്പോഴത്തേക്ക് ചിലപ്പം ക്രിസ്മസ് ഡിസംബർ ഒക്കെ ആകുന്ന സമയത്തേക്കൊക്കെ ബെറ്റർ ആവാം. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മളുടെ ഒരു ഒബീഡിയൻസ് ആൻഡ് ഡിസിപ്ലിൻ, അല്ലെങ്കിൽ നമ്മുടെ കൺസിസ്റ്റൻസി, പ്രാർത്ഥനാ ജീവിതത്തിലെ കൺസിസ്റ്റൻസി, ഇതൊക്കെ നമ്മൾ ഡിലേ ചെയ്ത് വെക്കാറുണ്ട്. 2025 ഞാൻ പഠിച്ച എനിക്ക് വളരെ നല്ലൊരു വർഷമായിരുന്നു. എന്നാൽ ഇറ്റ് വാസ് ഓൾസോ എൻ ഇയർ ഓഫ് ലോസ്. എൻ്റെ അപ്പച്ചൻ മരിച്ചൊരു വർഷം. അങ്ങനെ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു വർഷം. പപ്പയുടെ ഒരു ഇൽനെസ് വരുന്നു. ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള വർഷമാണെങ്കിലും ഞാൻ ഏറ്റവും പഠിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് ലെസൺ ഇൻ 2025 ഇസ് ദാറ്റ് നെക്സ്റ്റ് മൊമെന്റിൽ, അടുത്ത നിമിഷം നമ്മളുടെ ജീവിതത്തിൽ എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾക്ക് ആർക്കും അറിയത്തേയില്ല. വളരെ അൺഎക്സ്പെക്റ്റഡ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ ആണ് ലൈഫ്. അപ്പം അങ്ങനെ ഒരു ലൈഫിൽ ജീവിക്കുന്ന, അല്ല അങ്ങനെ ഒരു ജീവിതം ജീവിക്കുന്ന നമ്മളെല്ലാവരും, നമ്മൾ ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന നമ്മുടെ കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ, ഇതൊക്കെ പിന്നത്തേക്ക് നീട്ടിവെക്കുന്നതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് പല സമയത്ത് എനിക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഇന്ന് കുഴപ്പമില്ല, ഇന്ന് ദൈവം ചിലപ്പോൾ മൈൻഡ് ചെയ്യത്തില്ലായിരിക്കും, നാളെ അടുത്ത ഞായറാഴ്ച തൊട്ട് നന്നാവാം, അല്ലെങ്കിൽ ഇനിയിപ്പം ജനുവരി 1-ാം തീയതി നന്നാവാൻ പറ്റിയില്ല, അപ്പോൾ ഈ ഫെബ്രുവരി 1-ാം തീയതി നന്നാവാം. ഇങ്ങനെ ഡിലേ ചെയ്യുന്ന, ഒബീഡിയൻസ് ഡിലേ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ കൺസിസ്റ്റൻസി, പ്രാർത്ഥനാ ജീവിതം, ബൈബിൾ വായിക്കുന്നത്, ഇതൊക്കെ ഡിലേ ചെയ്യുന്ന ആ ഒരു പ്രവണതയെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ എൻ്റെ മെസ്സേജ്. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ലൈഫ് ഈസ് ടു അൺപ്രഡിക്റ്റബിൾ ആൻഡ് വി ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്. ഇപ്പം ഓൾറെഡി ലോകത്തിലെമ്പാട് നടക്കുന്ന കാര്യങ്ങൾ ഒരുപാട്, അസഹിഷ്ണുത ഒരുപാട് നടക്കുന്നു, ഒരുപാട് വോർ നടക്കുന്നു, ഒരുപാട് ഡിസാസ്റ്റേഴ്സ് നടക്കുന്നു, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നടക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴെങ്കിലും ആളുകൾ പറയുന്നുണ്ടാവും ദൈവത്തിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ളത്. സോ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് റിയലി എ സീക്രറ്റ് എനിമോർ, ആൻഡ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് വി കൻ നോട്ട് അഫോർഡ് ടു ലിവ് ലൈക്ക് അവർ ഓൾഡ് സെൽഫ്സ് എനിമോർ. സോ 2026 should be a lesson for us. It should be something like a new change for us, where we live in Christ in a more disciplined and in a more consistent way. അപ്പം ഇന്ന് നമ്മൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്, അല്ലെങ്കിൽ ഒരു ബൈബിൾ ഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നത്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 19 തൊട്ട് 22 വരെയുള്ള വാക്കുകളാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. ഈ 5 തെസ്സലോനിക്കർ 5-ാം അധ്യായം ഒരു 14 തൊട്ട് 13 തൊട്ട് വായിക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തമ്മിൽ സമാധാനമുള്ളവരായിരിക്കുവീൻ, സഹോദരന്മാരെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവീൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ 19 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ ആദ്യമേ തന്നെ തുടങ്ങുന്നത് നിങ്ങളെക്കുറിച്ച് ക്രിസ്തയേശുവിൽ ദൈവേഷ്ടം, അത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് തൊട്ട് 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ആത്മാവിനെ കെടുക്കരുത്, അല്ലെങ്കിൽ ആത്മാവിനെ കെടുത്തരുത്. ആസ് ഇഫ് ആത്മാവ് ഒരു അഗ്നി പോലെ, ഒരു ഫയർ പോലെ, അതിനെ കെടുത്തിക്കളയരുതെന്നാണ് പറയുന്നത്. ഡു നോട്ട് ക്വെൻച്ച് ദ സ്പിരിറ്റ്. അപ്പൊ എന്തുകൊണ്ട് ഒരു ന്യൂ ഇയർ മെസ്സേജ് ആത്മാവിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സോഫ്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ല. അതായത് ചെറുതായിട്ടൊക്കെ പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങിക്കോ, 1-2 ബൈബിളൊക്കെ വായിച്ചു തുടങ്ങിക്കോ, അങ്ങനത്തെ ഒരു സോഫ്റ്റ് ലോഞ്ചിങ്ങിന് സമയമില്ല ഇനി.
വാട്ട് വി ഹാവ് ടു ഡു ഇസ് അഡ്രസ് ദ കൺസേൺസ്. ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾക്ക് ഉള്ള കൺസേൺസിനെ അഡ്രസ്സ് ചെയ്ത് അതിനെ എത്രയും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്ത് എത്രയും പെട്ടെന്ന് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുക എന്നുള്ളത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആത്മാവിനെ കെടുത്തരുത് എന്നുള്ള ഒരു 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 വാക്യം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ നമ്മൾ കെടുത്തരുത് എന്നുള്ള ഒരു വാക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കെടുത്താൻ പറ്റുന്ന എന്തോ ആണ് അപ്പം ആത്മാവ്. അപ്പോൾ കൂടുതൽ സമയവും നമ്മൾ പരിശുദ്ധാത്മാവിനെ അഗ്നിയായിട്ട് പ്രാവായിട്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. അഗ്നി നാവായിട്ടുള്ള ഒരു മെറ്റഫറാണ് അതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. കെടുത്തരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം അപ്പൊ കെടുത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം, അല്ലെ? അപ്പൊ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമുക്ക് കെടുത്തിക്കളയാനായിട്ട് പറ്റും. ആദ്യമേ തന്നെ നമ്മളിപ്പോൾ റിഫ്ലക്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ ഉള്ളിൽ അങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് ഉണ്ടോ കെടുത്താനായിട്ട്? ഉണ്ടെങ്കിൽ കെടുത്തരുതെന്നാ പറയുന്നത്. അപ്പോൾ ഇല്ലാത്ത ഒരു അവസ്ഥയോ, പരിശുദ്ധാത്മാവ് ഗൈഡൻസിന് നമുക്ക് ഇല്ലാത്ത അവസ്ഥ, നമ്മൾക്ക് സഹായകനായിട്ട് യേശുക്രിസ്തു അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളൊരു അവസ്ഥയെ പറ്റി ചിന്തിച്ചേ. നമ്മളെ അനുദിനം നയിക്കാനും നമ്മളുടെ കാര്യങ്ങൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാനും നമ്മൾ ഗൈഡൻസ് തരാനായിട്ടും പരിശുദ്ധാത്മാവില്ല. കൂടുതൽ അവസ്ഥയും അങ്ങനെയാണ്. ഇനി ഉള്ളവർക്കാണെങ്കിലോ ഇതൊരു വാർണിംഗ് പോലെയാണ് തന്നേക്കുന്നത്, പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്. അപ്പം അതിന്റെ ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ എങ്ങനെയാണ് കെടുത്തിക്കളയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുക എന്നുള്ളത് കാണാനായിട്ട് നമുക്ക് വി ഹാവ് ടു ഗോ ടു Ephesians 4:30. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സ് അലിവുകളും ഉള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഒരുപാട് വേഴ്സസ് നമുക്ക് ബൈബിളില് പരിശുദ്ധാത്മാവിനെ പറ്റി കാണാനായിട്ട് സാധിക്കും. ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, കെടുത്തരുത്, ഇങ്ങനെയൊക്കെ ഒരുപാട് വാർണിംഗ് സൈൻസ് പരിശുദ്ധാത്മാവിനെ പറ്റിയിട്ട് ബൈബിളിൽ കാണാനായിട്ട് പറ്റും. എനിക്ക് കൃത്യമായിട്ട് വേഴ്സ് ഓർമ്മയില്ല, പക്ഷെ അല്ലാതെ തന്നെ നമ്മൾക്കറിയാം പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന തെറ്റുകളാണ് ക്ഷമിക്കപ്പെടാത്ത തെറ്റുകൾ. അപ്പൊ തന്നെ എത്ര ഇമ്പോർട്ടൻസ് പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് അല്ലെ കെടുത്തി കളയുന്നത് എന്നുള്ളത് എന്താ? നമ്മളുടെ ഉള്ളിലെ കയ്പും പിന്നെ കോപവും ക്രോധവും ഇങ്ങനത്തെ നെഗറ്റീവ് ഫീലിങ്സ് വെച്ചുകൊണ്ടിരിക്കുന്നത്. 2026 നമ്മൾക്ക് ആളുകളോട് ക്രോധം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു റിവെഞ്ച് മൈൻഡ് സെറ്റിലാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നതിന് മുന്നേ പിന്നെ ബൈബിളിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് ആരോടെങ്കിലും നീരസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ബ്രദറിനെ ഭോഷൻ എന്ന് വിളിച്ചാൽ പോലും പോയി സോറി പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നമ്മളുടെ ബലി അർപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ യേശുക്രിസ്തുവിന് പിന്നെ എന്താ പറയുക, ദീർഘക്ഷമ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലിജൻ ആണ് നമ്മളുടെ, ഒരു റിലേഷൻഷിപ്പാണ് നമുക്ക് ദൈവവുമായിട്ടുള്ളത്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുന്ന ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പം നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഹാബിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്തൊക്കെയാണോ ദൈവവുമായിട്ട് നമ്മളെ അടുപ്പിക്കാതെ നമ്മളുടെ ജീവിതത്തിലുള്ള പല ആസ്പെക്ട്സ് ഉണ്ടായിരിക്കുമല്ലോ. അത് ചില സമയത്ത് നമ്മളെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരാത്ത, നമുക്ക് ബൈബിൾ വായിക്കാൻ ഇരിക്കാൻ സമയമില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല, കാര്യം നമ്മളുടെ ലൈഫിൽ വേറെ കുറെ കാര്യങ്ങളാണ് നടക്കുന്നത്. ആ വക കാര്യങ്ങളൊക്കെ നമ്മളും ദൈവവും തമ്മിൽ അകൽത്തുന്ന കാര്യങ്ങളാണ്. ഈ വക കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആദ്യമേ തന്നെ എനിക്ക് 2026 എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, ആദ്യമേ ലെറ്റ്സ് റിഫ്ലക്ട് നമ്മളുടെ ലൈഫിൽ എന്തൊക്കെയാണ് നമ്മളും ദൈവവും തമ്മിൽ അകൽച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അത് ചിലപ്പോൾ നമ്മളുടെ ഉള്ളിലെ കോപവും ക്രോധവും, നമുക്ക് ആ ഒരു റിവെഞ്ച് കിടക്കുന്നതാണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ദൈവത്തിനടുത്ത് വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ദൈവവുമായിട്ട് സമയം ചെലവഴിക്കാൻ സമ്മതിക്കാത്ത ചില കാര്യങ്ങൾ, അത് ചിലപ്പോൾ നമ്മൾ ഭയങ്കര ബിസി ആവുമായിരിക്കും, നമ്മളുടെ ഫോണായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ നമ്മളുടെ ജോലികളായിരിക്കാം. ചില സമയത്ത് മാർത്തയും മറിയുടെ പിന്നെ ഒരു കഥ നമുക്കറിയാലോ, നമ്മളുടെ ജോലികളായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ആൻസൈറ്റി, പല കാര്യങ്ങൾ. ആദ്യമേ തന്നെ ഉള്ളത് പരിശുദ്ധാത്മാവിനെ നേടുക ആദ്യം. ഇനി പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ കെടുത്തിക്കളയാതിരിക്കുക. അടുത്തത് പറയുന്നത് ആത്മാവിനെ കെടുത്തരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്. പ്രവചനം എന്ന് പറയുന്നത് പ്രൊഫസി. അപ്പൊ നമ്മൾ വിചാരിക്കുക, ആരാണ് നമ്മളെടുത്ത് ഡേ ടു ഡേ ലൈഫിൽ വന്ന് നമ്മളോട് ആരും പ്രവചിക്കുന്നത്? ഇന്നത്തെ കാലത്ത് പ്രവാചകന്മാരൊന്നും ഇല്ലല്ലോ, അതൊക്കെ അങ്ങ് പഴയ നിയമകാലത്തല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. അപ്പൊ എന്തുകൊണ്ട് ബൈബിളിൽ പുതിയ നിയമത്തിൽ പ്രവചനം തുച്ഛീകരിക്കരുത് ഇൻ ദ സെൻസ് ഇൻസൾട്ട് ചെയ്യരുത്. പ്രവചനം ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേൾക്കുന്ന, ചിലപ്പോൾ നമ്മൾ രാവിലെ ഫോണിൽ വളരെ കെയർലെസ് ആയി മൈൻഡ്ലെസ് ആയി സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു വചനം,
അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറയുന്നു, അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റേണ്ട ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയി കേൾക്കുന്ന ഒരു പ്രസംഗം, അല്ലെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു പ്രസംഗം, അല്ലെങ്കിൽ ആക്സിഡന്റലായി ബൈബിൾ തുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വചനം, ഇതൊക്കെ പ്രവചനം. ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചോളം ഇതൊക്കെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രവചനമാണ്. പ്രവചനത്തെ തുച്ഛീകരിക്കരുത്. കാര്യം അതിന്റെ അർത്ഥം ആൾക്കാർ തുച്ഛീകരിക്കുന്നുണ്ട്. കാര്യം ഇപ്പം ആത്മാവിനെ കെടുത്തരുത്, പ്രവചനത്തെ തുച്ഛീകരിക്കരുത്, ഇതിന്റെ ഒക്കെ അർത്ഥം ക്രിസ്ത്യാനികളായ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം പ്രവചനം എന്ന് പറയുന്നത് ചിലപ്പം ദൈവസ്വരമായിരിക്കാം, നമ്മൾ ജീവിതത്തിൽ മാറ്റേണ്ടത് എന്തെങ്കിലും വരുന്നത് അതിനെപ്പറ്റി ദൈവം പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരെ നടക്കാനുള്ള ചിലപ്പോൾ പാതകൾ പറയുന്നതായിരിക്കാം, സങ്കീർത്തനം വായിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രസംഗം കേൾക്കുമ്പോഴായിരിക്കാം. പ്രവചനത്തെ തുച്ഛീകരിക്കരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് കേൾക്കണ്ടാത്ത ചില കാര്യങ്ങൾ നമ്മളോട് ആളുകൾ പറയുമല്ലോ, ചിലപ്പം നിന്റെ അത് ശരിയല്ല, നീ എന്തായാലും മാറ്റിയേക്കണം, ഇതൊന്നും നമുക്ക് കേൾക്കണ്ട. ചിലപ്പോൾ ഈ വക വാക്കുകൾ നമ്മൾ മുതിർന്നവർ നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ വേറൊരാൾ നമ്മളെ കെയർ ചെയ്യുന്ന ഒരാൾ പറയുന്നത്, ഇതൊക്കെ പ്രവചന സ്വരങ്ങളായിട്ട് തന്നെ കാണാം. ഇതിനെ ഒന്നും തുച്ഛീകരിക്കരുത്. കാര്യം പഴയ നിയമ കാലഘട്ടത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രവചനങ്ങളെ തുച്ഛീകരിച്ചത് നമുക്കറിയാം. നോഹയുടെ പെട്ടകം, പ്രവചനങ്ങളെ തുച്ഛീകരിച്ചവർക്കാണ് അതിന് പണിഷ്മെന്റ് വന്നിട്ടുള്ളത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എന്ന് കരുതി അടുത്ത ഒരു വേഴ്സിനകത്ത് നമ്മൾ എല്ലാം കയറി അക്സെപ്റ്റ് ചെയ്യരുത് എന്നുള്ളതുകൊണ്ട് എല്ലാത്തിനെയും ശോധന ചെയ്യാനുള്ളതാണ് അടുത്ത വേഴ്സ്. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾക്ക് ശോധന ചെയ്യണമെങ്കിൽ, ഏതാണ് നല്ലത് ഏതാണ് തീയത് എന്ന് അറിയണമെങ്കിൽ വി നീഡ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ. അതുകൊണ്ടാണ് കെടുത്തി കളയരുത് എന്ന് പറയുന്നത്. അടുത്തത് നമുക്കുള്ളത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവിൻ. നമ്മളുടെ ഈ പ്രത്യേകിച്ച് ഒരു മോഡേൺ വേൾഡിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോ ദിവസവും നമ്മൾക്ക് ഒരുപാട് ചോയ്സസ് ആണ്. നല്ലത് ചെയ്യാനുള്ള ചോയ്സും ഉണ്ട്, തിന്മ ചെയ്യാനുള്ള ചോയ്സും ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. ഒരു സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ഒരാൾ ചെയ്യുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് നടക്കാൻ കഴിയില്ല. വേണമെങ്കിൽ ചെയ്യാം, ഫ്രീ വില്ലുണ്ട്. ഫ്രീ വിൽ ഇൻ ദ സെൻസ് ദൈവം ആരെയും കൈയും കാലും കെട്ടിപ്പിടിച്ചു വെച്ചേക്കും അല്ല അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് ഫ്രീ വിൽ, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇത് നമ്മളുടെ ആത്മാവിനെ കെടുത്തി കളയുന്ന ഒരു ഹാബിറ്റാണ്. അല്ലെങ്കിൽ ഇത് നമ്മളുടെ ആത്മാവിനെ, നമ്മളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയുന്ന ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഫ്രീ വില്ലുണ്ട്, നമ്മൾക്ക് തീരുമാനിക്കാം. ഈ ബൈബിളിൽ ഉടനീളമുള്ള എല്ലാ വാർണിങ്സും എല്ലാ ബൈബിൾ വാക്യവും നമ്മുടെ ഫ്രീ വില്ലിനെ അപേക്ഷിച്ചിട്ടുള്ളതാണ്. നമുക്ക് തീരുമാനിക്കാം. അപ്പം എല്ലാത്തിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിനെ ശോധന ചെയ്ത് നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് അതിനെ മുറുകെ പിടിക്കുവിൻ എന്ന് പറയുന്നത്, ഇത് എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത്. കാര്യം അങ്ങനെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഓൾറെഡി വിശുദ്ധരായേനെ. ഐ തിങ്ക് നമുക്ക് ഒരു ദൈവത്തിന്റെ ഒരു പ്രത്യേക കരുണ, അതാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗൈഡൻസ്. പരിശുദ്ധാത്മാവാണ് നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്നത്. അപ്പൊ എന്താണ് നമ്മൾക്ക് ഒരു ക്രിസ്ത്യാനിയുടെ ഒരു കോൾ അനുസരിച്ച് എന്തൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ നല്ലത്, എന്തൊക്കെയാണ് നമ്മൾ വിട്ടുകളയേണ്ടത്, ഈ 2026 വിടേണ്ടത് വിട്ടുകളയുവാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. അതായത് എനിക്ക് തോന്നുന്നില്ല 2026 ലോകം അവസാനിക്കാൻ പോവാണ് അറ്റ് സം പോയിന്റ്. അല്ലെങ്കിൽ നമ്മൾ നാളെ എന്താണ് നമ്മളുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പം ചില കാര്യങ്ങൾ നമ്മളുടെ ക്രിസ്ത്യാനി എന്നുള്ള നമ്മളുടെ വിളിക്കനുസരിച്ച് പറ്റാത്തതാണെങ്കിൽ ഇന്ന് തന്നെ അത് ഉപേക്ഷിക്കാനായിട്ട് നാം ശ്രദ്ധിക്കണം. അല്ലാതെ എന്താ പറയാ, ഒരു ട്രാൻസിൽ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ കുറെ പ്രസംഗമൊക്കെ ഒരു സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്, കുറെ അത് കാണുന്നുണ്ട് ഇത് കാണുന്നുണ്ട്, പക്ഷെ ഇതൊന്നും നമ്മളെ ഏശുന്നതേ ഇല്ല. അങ്ങനെ ജീവിക്കാൻ 2026 ആരും ആഗ്രഹിക്കരുത് എന്നുള്ളതാണ് എൻ്റെ മെസ്സേജ്. നല്ലതിനെ തിരഞ്ഞെടുക്കുക, തീയതിനെ വിട്ട് കളയുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം. അതിനായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ കെടുത്തി കളയരുത്. ഏറ്റവും ലാസ്റ്റിലുള്ളതെന്ന് പറഞ്ഞാൽ സകലവിധ ദോഷവും വിട്ടകലുകയും. പിന്നെയും വാർണിങ്ങുകളാണ് 2026 നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. സകലവിധ ദോഷവും വിട്ടകലുകയും. അതിൻ്റെ അർത്ഥം ഏതൊക്കെയോ ദോഷങ്ങളുമായിട്ട് ചിലപ്പോൾ നമ്മൾ നോർമലൈസ് ചെയ്യും, നമ്മൾ ഡൈല്യൂട്ട് ചെയ്യും. അത് കുഴപ്പമില്ല, എനിക്ക് തോന്നുന്നില്ല അത് ദൈവം വലുതായിട്ട് മൈൻഡ് ചെയ്യും, അല്ലെ 1-2 പ്രാവശ്യം അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇപ്പം എനിത്തിങ്, മേ ബി ഡ്രിങ്കിങ്, ടേക്ക് സ്മോക്കിംഗ്, ടേക്ക് എനിത്തിങ്, നമ്മൾ ഭയങ്കര നോർമലൈസ് ചെയ്ത് ഇതൊന്നും ദൈവത്തിന് ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഞാൻ ആരെയും കൊല്ലുന്നില്ലല്ലോ, ഇതൊക്കെയാണ് നമ്മളുടെ സ്ഥിരമായിട്ടുള്ള എവറിഡേ ഡയലോഗ്സ്. സകല ദോഷവും വിട്ടകലുവിൻ. ദോഷം എന്ന് പറയുന്നത് നമ്മളുടെ ബിഹേവിയറും കൂടെയാണ്. നമ്മൾ ഒരാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സഹായിക്കുന്നുണ്ടോ ആളുകളെ, നമ്മൾ തിന്മയാണ് പ്രവർത്തിക്കുന്നത് നന്മയാണ് പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ ജസ്റ്റ് അറിയാനായിട്ട് ആ 14 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. സഹോദരന്മാരെ,
ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുവിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ നോക്കുവിൻ, തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവിൻ. ഇതൊക്കെയാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പൊ ഈ സകല ദോഷവും വിട്ടകന്ന് 2026 കുറച്ച് പുതിയ തീരുമാനങ്ങളോടുകൂടി 2026 നമുക്ക് ദൈവമായിട്ടൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കാം. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമുള്ള മെസ്സേജ് അല്ല, ഇത് എനിക്ക് വേണ്ടിയിട്ടുകൂടെ ഉള്ളതാണ്. കാര്യം നമ്മളെല്ലാവരും മനുഷ്യരായത് കാരണം വി ഓൾ ഫോൾട്ടർ, നമുക്ക് എല്ലാവർക്കും തെറ്റുകൾ പറ്റും, അത് വളരെ നോർമലാണ്. പക്ഷെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് നമ്മളുടെ ചെയ്ത്തുകളെയൊക്കെ ഒന്ന് കുറച്ചും കൂടെ നമ്മൾ കുറച്ചുകൂടെ അലേർട്ട് ആയിട്ടിരിക്കാൻ, കുറച്ചുകൂടെ അവയർനെസ്, ഒരു ഇഗ്നറൻസിൽ, അതായത് ഒന്നും അറിയാത്ത ഒരു രീതിയിൽ ഇരിക്കാതെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് അലേർട്ടായിട്ട് അവെയർ ആയിട്ട് നമ്മളുടെ അനുദിന ചിന്തകളെയും നമ്മൾ പ്രവൃത്തികളെയൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് റിഫ്ലക്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമെങ്കിൽ 2026 ദൈവത്തോട് ഒരു പടിയും കൂടെ ക്ലോസർ ആകുവാനായിട്ട് നമുക്ക് സാധിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പപ്പയുടെ ടെസ്റ്റിമണി ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരു അടി വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, ദൈവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിഗിൻ ചെയ്യാനായിട്ട്, അതിനു മുന്നേ ദൈവമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിഗിൻ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിന് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും പോയി തെസ്സലോനിക്കർ 1, തെസ്സലോനിക്കർ 5 അധ്യായം വായിക്കുക. പരിശുദ്ധാത്മാവിനെ കെടുത്തുന്ന ഒന്നും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിലൂടെ എല്ലാവരും കാണുന്നത് വരെ പ്ലീസ് ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.